പറവൂരുകാരുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് ദീപ ചേച്ചി. ചേച്ചി ചോറുപൊതിയായിട്ട് വരുന്നത് എല്ലാവരും കാത്തിരിക്കും. പക്ഷെ ചേച്ചിക്ക് എപ്പോഴും തിരക്കാണ്. ചേച്ചി ഞാനുണ്ട്. ഭർത്താവുമായിട്ടൊക്കെ ഒന്നും പിണങ്ങിയൊക്കെ കുറച്ച് ആളായി നിൽക്കണേ. ആ സമയത്ത് നമുക്കൊരു സ്ഥിര ഒരു വരുമാനമില്ല. കുഞ്ഞുങ്ങളാണെങ്കിൽ ചെറിയ പ്രായമായിരുന്നു. അപ്പോൾ അടുത്ത സ്കൂൾ തുറപ്പിനോടനുബന്ധിച്ചൊക്കെ കുഞ്ഞുങ്ങൾക്കൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അമ്മ ചെറുതായിട്ട് ഇങ്ങനെ അടുത്ത പണിസ്ഥലങ്ങളിലൊക്കെ ചായയും ചോറൊക്കെ പണിക്കാർക്ക് കൊടുക്കണ്ടായിരുന്നു. അതിൻ്റെ പിന്തുടർച്ച പോലെ ഞാൻ അതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് KSRTCയിൽ ഇവിടെ ഒരു കണ്ടക്ടർ കുട്ടിയുണ്ടായി. അവൻ എന്നോട് പറഞ്ഞ്, ചേച്ചി ഏതാന്ന് കുറച്ച് ചോറ് ഞങ്ങൾക്കും കൊണ്ടുത്തായോ, അവിടെ ഇങ്ങനെ കിട്ടാൻ ഇത്തിരി പ്രയാസമാണ്. അങ്ങനെ അവിടെ ചെന്ന് ചോദിക്കാനും കുറേ നേരം മടിച്ച് നിന്ന്. അതങ്ങനെ കച്ചവടം ഒരു 100-120 ചോറ് വരെയൊക്കെ ആദ്യ കാലഘട്ടത്തിൽ പോരും. പിന്നീട് അത് പല സ്ഥലങ്ങളിലൊക്കെ തുടങ്ങിയപ്പോൾ നമുക്ക് ഇപ്പോൾ നിലവിലൊരു 30-35 അതിൻ്റെ ഇടയിൽ ഇങ്ങനെ നിൽക്കും. പിന്നെ ഇതിൽ കൂടുതൽ നമ്മൾ വീടുകളിൽ കൊടുക്കും. പ്രായമുള്ള അച്ഛനമ്മമാർ ഉള്ളതെന്ന് വെച്ചാൽ മക്കൾ ആരും നോക്കാനില്ലാത്തവരല്ല, മക്കൾ പുറത്ത് ജോലിയുള്ളവരോ ദൂരെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ അവർക്കിങ്ങനെ കൊടുക്കും. പിന്നെ വയ്യാതിരിക്കണ ഒരുപാട് പ്രായമുള്ളവരാണ് എല്ലാവരും. ജീവിതത്തെ അസുഖം പിറകോട്ട് വലിച്ചപ്പോൾ അതിനെ അവഗണിച്ച ദീപ മുന്നോട്ട് നടന്നു. തളരില്ല എന്ന് പലപ്പോഴും സ്വയം പറഞ്ഞു. ഈ ഒരു അസുഖം വന്ന് മരിക്കണമെങ്കിൽ അങ്ങോട്ട് മരിക്കട്ടെ, പോസിറ്റീവായിട്ട് എടുത്തോ, ദീപയ്ക്ക് ഇത് മാറ്റിത്തരും. ഞാൻ ഓപ്പൺ സർജറി ചെയ്തു. എല്ലാ ഭാഗങ്ങളിലും ഉണ്ടായിരുന്നതൊക്കെ അവർ എടുത്തു കളഞ്ഞു. അപ്പം ഞാൻ ജീവിതം അവിടെ തീർന്നു എന്ന് വിചാരിച്ചു. എന്താ ഇങ്ങനെ പരീക്ഷിച്ച് പോകണമെന്ന് പറഞ്ഞു. ലാസ്റ്റ് പരീക്ഷയുടെ സമയത്ത് മോളെയും വിളിച്ചുകൊണ്ട് വരുമ്പോൾ മോളോട് ഇങ്ങനെ പറഞ്ഞു, അമ്മയ്ക്ക് ഇങ്ങനെ ഒരു അസുഖമാണെന്ന് പറഞ്ഞു. അന്നേരം നമ്മളെ കെട്ടിപ്പിടിച്ച് കുറച്ച് നേരം ഞങ്ങളൊരു പറമ്പിലാണ് നിന്നത്, റോഡ് സൈഡിൽ. അവിടെ നിന്ന് ഞങ്ങൾ രണ്ടുപേരും ഒരുപാട് കരഞ്ഞ്. അസുഖം വന്ന സമയത്ത് ജോലിയൊക്കെ ചെയ്യുമ്പോൾ നല്ല ബുദ്ധിമുട്ടായിരുന്നില്ലേ ആ സമയത്ത്? അപ്പോൾ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത് വരുമാനത്തിന്? മക്കൾ കൊണ്ടുപോയായിരുന്നു ചോറ്. മക്കളും പിന്നെ അടുത്തുള്ള വീട്ടിലെ ഒരു പയ്യനുണ്ടായിരുന്നു, അവനും അമ്മ വെച്ച് കൊടുക്കും. എൻ്റെ അമ്മ വെച്ച് കൊടുക്കും. എന്നിട്ട് അവരെ കൊണ്ടുവരുന്നത്. ഞാനൊരു 6 മാസം തീർത്തും ഒന്നും ചെയ്യാതെയും പുറത്തിറങ്ങാതെയൊക്കെ ഇരുന്നു. എല്ലാവരും അങ്ങനെയൊക്കെ തരണം ചെയ്ത് നമ്മൾ ഇത്രയാക്കി. ഇപ്പോൾ എനിക്ക് ബുദ്ധിമുട്ട് വേറെ പ്രശ്നങ്ങളൊന്നും അങ്ങനെ ഇല്ല. പിന്നെ നമ്മൾ വൈകുന്നേരം ഇത്രയും ക്ഷീണിച്ചൊക്കെ വന്ന് കിടക്കുന്നതുകൊണ്ട് വേഗം ഉറങ്ങിയും പോകണം. എന്തെങ്കിലും അസ്വസ്ഥതകളുണ്ടെങ്കിൽ നമ്മൾ അറിയണില്ല. പറവൂർ KSRTCയും അവിടുത്തെ മനുഷ്യരും. ദീപചേച്ചിക്ക് അത് സ്വന്തം കുടുംബമാണ്. അതിനപ്പുറത്തേക്ക് സ്വന്തം സങ്കടങ്ങളെ മറക്കുന്ന ഇടവും. ഇത്ര ചെറിയ പ്രായമാണ് അവിടെ പോയി ആണുങ്ങളുടെ നടുക്കിരിക്കണമെന്ന് പറഞ്ഞിട്ട് ഡ്രൈവർമാരും കണ്ടക്ടർമാരും മാത്രമല്ല അവർ കണ്ടിട്ടുള്ളൂ. അകത്തൊരു ഓഫീസുള്ളതും അവിടെ ലേഡീസ് ജോലിക്കാരുണ്ടെന്നുള്ളതൊന്നും അവർക്ക് ആർക്കും അറിയില്ല. പിന്നെ കണ്ടക്ടർമാരും പൊതുവെ അന്നൊക്കെ അധികം ഇങ്ങനെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ലേഡി കണ്ടക്ടർമാർ അപ്പോൾ എല്ലാവരും അങ്ങനെ കളിയാക്കി. പിന്നെ എനിക്ക് അസുഖം വന്നപ്പോൾ ആ വയറ് വല്ലാണ്ട് വീർത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് ഇവിടെ സ്ഥലത്തില്ലാത്തതുകൊണ്ട് എനിക്ക് അങ്ങനെ ഉണ്ടായതാണെന്നുള്ള രീതിയിലായി. പിന്നെ അങ്ങനെ കുറേ ടോർച്ചറിങ് പിന്നെ നമ്മളൊരു പരിധി കഴിയുമ്പോൾ ഒന്നും കേൾക്കാണ്ടാവും. ഇത്രയും വർഷം കൂടുതൽ ഇങ്ങനെ നിൽക്കണം എന്ന് പറയുന്നത് തന്നെ എല്ലാവർക്കും സന്തോഷമാണ്. 16 വർഷം ഇപ്പോൾ അവിടെ KSRTC പോയിന്നപ്പോൾ എല്ലാവരും പറയും വേണം നമുക്കറിയണത്. അവിടെ എനിക്കൊന്നിനും പേടിക്കണ്ട. അവരെല്ലാവരും നമ്മളോട് നല്ല സഹകരണമാണ്. ഒരു ദിവസം എത്രത്തോളം അപ്പോൾ ബസ്സുകൾ കഴുകാനുണ്ട്? എങ്ങനെയാണ് ഈ ഒരു അധ്വാനം എന്ന് പറയുന്നത്? കഴുകൽ നമുക്ക് 10-12 ബസ് 15 ബസ് വരെയൊക്കെ കഴുകാൻ പറ്റുള്ളൂ. പക്ഷേ ഞാൻ അടിച്ചു വാരലാണ് ഏറ്റവും കൂടുതൽ നോക്കുന്നത്. അതൊരു 30 എണ്ണമൊക്കെ ആക്കാം. പിന്നെ അടിച്ചു വാരണതിന് പറഞ്ഞിട്ട് പൈസ കുറച്ച് കുറവാണ്, എന്നാലും സാരമില്ല. ഈ 2-3 മണിക്കൂർ എടുത്തുന്ന സമയമല്ലേ ഉള്ളൂ. അത് ഇപ്പോൾ നമ്മളൊരു കടയിലൊക്കെ പോയി നിൽക്കണതിനെ അപേക്ഷിച്ച് നമുക്ക് എന്തുകൊണ്ടും അതൊരു മെച്ചപ്പെട്ടൊരു വരുമാനമായിട്ട് എനിക്ക് തോന്നണം. പിന്നെ അത് ഞാൻ ആസ്വദിച്ച് തന്നെയാണ് ചെയ്യണത്. എന്തായാലും എന്നുവെച്ചാൽ നമുക്കതൊരു സന്തോഷം തന്നെ ഒരു സ്ഥലമാണ് എനിക്ക് KSRTC.
ഇന്ന് വരെ ഞാൻ എന്തുകൊണ്ടാണ് ഈ ജോലി എടുക്കണത്, എന്താണ് ഇങ്ങനെ വന്നിരിക്കണേന്ന് ഒരാളും എന്നോട് KSRTCയിൽ ചോദിച്ചിട്ടില്ല. ഒരു പൊതിയാണെങ്കിൽ എനിക്ക് കൊണ്ടു കൊടുക്കണേന് ഒരു മടിയുമില്ല. എല്ലാവരും ചോദിക്കും ഒരെണ്ണത്തും ഈ വണ്ടി ഓടിച്ചുകൊണ്ട് പോയാൽ എന്ത് ലാഭമെന്ന്. ഞാൻ അതിലൊക്കെ ലാഭമൊന്നും നോക്കൂല. അതൊക്കെ ഒരു നമ്മുടെ സന്തോഷത്തിൽ പെടും. എനിക്കില്ലെങ്കിലും ഞാൻ ചിലപ്പോഴൊക്കെ എനിക്ക് ഉച്ചയ്ക്ക് ഊണ് കിട്ടൂല. എൻ്റെ ഊണും കൂടി ആയിരിക്കും ചിലപ്പോൾ കൊടുക്കണത്. അപ്പോൾ ഇവിടെ രാവിലെ ഇരിക്കണ എന്തെങ്കിലും ഇഡ്ഡലിയുടെ മാവോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതും കൊണ്ടൊക്കെ ഉണ്ടാക്കും. അല്ലെങ്കിൽ ഒരു കഷ്ണം പുട്ടുണ്ടാക്കി കഴിക്കും. ഒരു സർട്ടിഫിക്കറ്റിൽ ആർക്കും ജീവിക്കാനും പറ്റില്ല. ഇപ്പോൾ എത്ര നല്ല രീതിയിൽ നടന്നാലും അനാവശ്യം പറയാനേ എല്ലാവർക്കും നല്ലതാരെങ്കിലും പറഞ്ഞ് ഒരിക്കലും ഞാൻ കേട്ടിട്ടില്ല. പിന്നെ ഈ അസുഖം വന്നു കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞ് നമ്മളുടെ പ്രാരാബ്ദം കൊണ്ടാണ് നമ്മൾ ജോലി എടുക്കണേ. പക്ഷെ എല്ലാവരും പറയണത് ഞാൻ ക്യാൻസറാണെന്ന് പറഞ്ഞ് പൈസ പിരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയും. ക്യാൻസറാണ് അസുഖം എന്ന് പറയുമ്പോൾ ആൾക്കാർ പിരിച്ചു തരുമല്ലോ. അതിനാണെന്ന് വരെ പറഞ്ഞ ആൾക്കാർ നമ്മുടെ കൺമുന്നിലുണ്ട്. ഇപ്പോഴും നമ്മളോട് ചിരിച്ച് കാണിക്കുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ഓർക്കും. ദീപചേച്ചിയുടെ ജീവിതം ഒരു പാഠപുസ്തകമാണ്. തോറ്റുപോയി എന്ന് ചിന്തിക്കുന്നവർക്ക്, വീണ്ടും എഴുന്നേറ്റോടാൻ മടിക്കുന്നവർക്ക് നടന്നു തുടങ്ങാൻ പ്രേരണയാവുന്ന പുസ്തകം. ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ വീട്ടിൽ വന്ന് മക്കളോട് ഷെയർ ചെയ്യും. പിന്നെ ചെറിയ ചെറിയ ടെൻഷനുകളൊക്കെ അതൊക്കെ അങ്ങ് കളഞ്ഞേക്കണം. നമുക്ക് നമ്മളായിട്ട് ജീവിക്കണ്ടേ. ഇപ്പം എല്ലാവരോടും പറയണ പോലെ നമ്മളില്ലെങ്കിലും എല്ലാവരും ജീവിക്കും. നമുക്ക് വേണ്ടി നമ്മൾ ജീവിക്കണ്ടേ. ആദ്യത്തെ സമയത്ത് മരിക്കണമെന്ന് വിചാരിച്ചിരുന്നെങ്കിൽ അന്ന് മരിച്ചു പോയെങ്കിൽ ഇപ്പോഴും കുട്ടികൾ എൻ്റെ അടുത്ത് പോയി കളിയാക്കും, അമ്മ മരിച്ചു പോയിരുന്നെങ്കിൽ ഇതേപോലെയൊക്കെ നമുക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കാൻ പറ്റുമെന്ന് ചോദിക്കും. പ്രതിസന്ധികളിൽ തളരാതെ മുന്നേറുന്ന മനുഷ്യരുടെ ജീവിതം അതെത്ര മനോഹരമാണല്ലേ. ദീപചേച്ചിയുടെ ഓട്ടം ഇനിയും തുടരുക തന്നെ ചെയ്യും. ക്യാമറാമാൻ ഗീതേഷിനൊപ്പം വിജിത, കേരള വിഷൻ ന്യൂസ്, കൊച്ചി.